ഹലോ. ഓടിവാ കണ്ണാ, ചാടിവാ മുന്നേ. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കും. ഒരണ്ണനും ഉണ്ട്, അണ്ണന്റെ കുറെ പട്ടി നാറി. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. അതൊക്കെ വളരെ സിമ്പിൾ ആണ്. അണ്ണൻ അതൊക്കെ തബല വായിച്ചോണ്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. എടാ ഈ നാണക്കേടൊക്കെ സഹിച്ച് നീ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നാടാ. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചു അവിടെ വെച്ചിട്ടുണ്ട്. എന്റെ ഒരു അമ്മായി പൂർണ്ണ ഗർഭിണി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. ഫുള്ള് കേൾക്കാൻ എന്താ സുഖം. ശരിയാണ്. പണ്ട് ഇൻഫെക്ഷൻ ഇല്ല, ബ്ലീഡിംഗ് ഇല്ല. ആകെ ഉണ്ടായത് എൻജോയ് ചെയ്ത് പ്രസവിക്കുക, അതിനുശേഷം ഓടിപ്പോയിട്ട് അരി ഇടിക്കുക. നല്ല റൊമാൻറ്റിക് മിത്ത്. പണ്ട് കാലത്തുണ്ടല്ലോ, പ്രസവം മൂലം സ്ത്രീകളുടെ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. കുട്ടികളുടെയും. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വരും. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. അതോടുകൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാലല്ലോ ഒരു ഓപ്പരം പഠിച്ചൊന്നും ഞാൻ നോക്കില്ല, ചവിട്ടി ചോമരുമോ പറ്റിച്ചാൽ അത് എൻജോയ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സേ അല്ല, സേഫ് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള പ്രോസസ്സാണ്. ഈ ബേസിക് തിരിച്ചറിവില്ലേ, ഇത് മനുഷ്യർക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നതാണ്. നീ ഇത് ഏത് ഇയറിലായിരിക്കുന്നത്? നമ്മളൊക്കെ ചുമ്മാ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത്, എമർജൻസി സി സെക്ഷൻ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ചുമ്മാ പൈസ തെറ്റിക്കാനേ. അണ്ണൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.